ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കാണെങ്കിൽ ഇന്നൊരു ഹിൽ പാലസിലൊക്കെ പോയിട്ടുള്ള വീഡിയോ കാണാം. അപ്പോൾ ഞാൻ സ്കൂൾ ടൈമിൽ, അതായത് ഒരു 5ലോ 4ലോ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഹിൽ പാലസിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാനാണെങ്കിൽ അമ്മ, അതുപോലെ തന്നെ കണ്ണൻ ചേട്ടൻ, അപ്പോൾ തൃപ്പൂണിത്തറയിൽ അമ്മയുടെ അനിയത്തി താമസിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നിട്ട് നമ്മൾ അന്ന് കറങ്ങാൻ പോയത് ഹിൽ പാലസിലൊക്കെ ആയിരുന്നു. അപ്പോൾ അന്ന് വന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എറണാകുളത്ത് വന്നതിന് ശേഷം പിന്നീട് ഒരു വട്ടം കൂടെ ഹിൽ പാലസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും അല്ലാതെ ഒക്കെ വൈബ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഹിൽ പാലസ്. ഇഫ് യു ലൈക്ക് മ്യൂസിയംസ്, അല്ലെങ്കിൽ നമുക്കൊന്ന് പീസ്ഫുള്ളായിട്ട് ഇരിക്കുക, ഫോട്ടോ എടുക്കുക, കുറേ കറങ്ങി നടക്കുക, അതിനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് ഹിൽ പാലസ്. എറണാകുളത്ത് നിങ്ങൾ മോളിൽ പോവുക, അതുപോലെ തന്നെ കഫേസിൽ പോവുക, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതുപോലെ മ്യൂസിയംസിലൊക്കെ പോകുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമുക്ക് രാജാക്കന്മാരെന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണാൻ പറ്റുമല്ലോ. അല്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് കാണാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണല്ലോ. 50 രൂപ എന്തോ ആയിരുന്നു ടിക്കറ്റിനായിട്ടുണ്ടായിരുന്നത്. പിന്നെ 10 രൂപ എന്തോ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക്, പിന്നെ എക്സ്ട്രാ കോസ്റ്റ് ക്യാമറ എടുക്കുന്നതിനും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ വെച്ചിട്ട് ഒരുപാട് പേര് റീൽസൊക്കെ എടുക്കാറുണ്ട്. പിന്നെ അകത്തളം, പിന്നെ നാലുകെട്ട്, തുളസിത്തറ, ഇത്തരം കാര്യങ്ങളൊക്കെ. പിന്നെ മത സൗഹാർദ്ദം, ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? പിന്നെ ഈ മാനിന് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പാവം മാനാണെങ്കിൽ വളരെ ബ്രൗൺ ലീവ്സ് ഒക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവനാണെങ്കിൽ പച്ച ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതിന് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു മാനിറച്ചി തിന്നണമെന്ന്. മനസ്സിലായില്ലേ? ഡബിൾ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും അവൻ്റെ വകയിൽ ഉള്ളതാണ്. സോ പിന്നെ ഞാനും കുറച്ച് പുല്ലൊക്കെ കൊടുത്തു. മാൻ കഴിക്കുന്ന ആക്രാന്തി എൻ്റെ കൈയും കൂടെ മുറിഞ്ഞു പോകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. യെസ്, അപ്പോൾ ആസ് യൂഷ്വൽ ഈ ഡ്രസ്സ് തന്നെയായിരുന്നു ഇട്ടത്. മുടിയൊക്കെ ഞാൻ അപ്പം എണ്ണയൊക്കെ തേച്ച് ഷാമ്പു ചെയ്ത് കണ്ടീഷൻ ചെയ്തത് കൊണ്ട് തന്നെ മുടിയൊക്കെ പ്രാഞ്ചി ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഹിഡൻ കഫേയിലാണ്. ഹിഡൻ കഫേ ഈസ് നോട്ട് ഹിഡൻ എനിമോർ. ആക്ച്വലി സ്മൂച്ചോയിൽ ഞാൻ ലാസ്റ്റ് വീക്ക് എന്തോ പോയ സമയത്ത് അതിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന കഫേ ആയിരുന്നു. അതായത് നമ്മൾ ഇടപ്പള്ളി കൂനംതായിലൊക്കെ പോകുന്ന സമയത്ത്, കൂനംതായി തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. യെസ്, ഓക്കെ, അതിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഹിഡൻ കഫേ. ഞാൻ ഊബർ പിടിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. അതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം. ആക്ച്വലി വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഫുഡ് ആൻഡ് ഓൾസോ എല്ലാം അഫോർഡബിൾ റേറ്റ് ആയിരുന്നു. നമുക്ക് നന്നായിട്ട് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുക്കുന്ന സ്പോട്സ് തന്നെ ഭയങ്കര ക്യൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവൻ വാഷ്റൂമിൽ പോലും ഏലിയൻ ആണോ ഹ്യൂമൻ ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് ഹിഡൻ എലമെൻറ്റ്സ്, ഒരു ക്യൂരിയോസിറ്റി കഫേ ആയിരുന്നു. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഗീ റൈസ്, ബട്ടർ ചിക്കൻ, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു. ബർഗർ ഓർഡർ ചെയ്തെങ്കിലും അത് വരാൻ ടൈം എടുത്തു. പിന്നെ ഈ സംഭവം ഉണ്ടോ, എനിക്ക് എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു പച്ചപ്പും ഹരിതാപയുള്ള വീടായിരിക്കും എനിക്ക് ഉണ്ടാവുന്നത്. ആ വീട്ടിൽ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഞാൻ എന്തായാലും സെറ്റാക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ബുദ്ധൻ്റെ പ്രതിമ, പിന്നെ എസ്തെറ്റിക് ഡോർസ് ആൻഡ് എല്ലാം കൊണ്ടും ആ വൈബ് അങ്ങോട്ട് മാച്ചിങ് ആയിരുന്നു. യെസ്, അപ്പം അവിടെ കഫേയിൽ ഒരു 1.5 hours മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ. അതിനടുത്തുള്ള സ്മൂച്ചോയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് കിൻഡർ ബ്യൂനോ ഒക്കെ കഴിക്കാവുന്നതാണ്. 199 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയൊക്കെയുള്ള സ്പോട്ടുണ്ട്. ഇതൊക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവൻ ടേബിൾ പോലും ഭയങ്കര എസ്തെറ്റിക് ആയിരുന്നു ഗൈസ്. യെസ്, അപ്പം നിങ്ങൾക്ക് കൊച്ചിയിൽ മെട്രോ മാത്രം എടുത്ത് നിങ്ങൾക്ക് ഹിൽ പാലസിലും പോകാം. ഹിൽ പാലസിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഊബർ എടുത്തിട്ട് പോകേണ്ടി വരുമെന്ന്, തൃപ്പൂണിത്തറയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഹിഡൻ കഫേയിൽ ഊബർ എടുത്ത് പോകാം. പിന്നെ തിരിച്ച് നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാങ് ഔട്ട് ചെയ്യാം. ബൈ.